മദ്യവും ലഹരിയും ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ഇമാം ഇബ്നു മാജ അദ്ദേഹത്തിൻ്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്ത 3 ഹദീസുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. 3371 നമ്പർ ഹദീസ് അബൂ ദർദ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്താണ്. അദ്ദേഹം പറയുകയാണ്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഉപദേശിച്ചു, ലാ തഷ്റബിൽ ഖംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശരിൻ. അബൂ ദർദ, നീ ഒരിക്കലും ലഹരിയോ മദ്യമോ ഉപയോഗിക്കരുത്. ഫഇന്നഹ, കാരണം അത് മിഫ്താഹു കുല്ലി ശരിൻ, സകലമാന തിന്മകളുടെയും പാപങ്ങളുടെയും താക്കോലാണ്. അപ്പോൾ താക്കോൽ കൊണ്ടാണല്ലോ നമ്മൾ തുറക്കുക. അപ്പോൾ എല്ലാ തിന്മകളും, കൊലപാതകം, വ്യഭിചാരം, ബലാത്സംഗം, മോഷണം, അടിപിടി എല്ലാം തുറക്കുന്നത് മദ്യപാനം അല്ലെങ്കിൽ ലഹരി ഉപയോഗം എന്ന താക്കോലിലൂടെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്. 3376 നമ്പർ ഹദീസ് അബൂ ദർദ തന്നെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസാണ്. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മുദ്മിനു ഖംറിൻ, നിത്യേന മദ്യം ഉപയോഗിക്കുന്നവൻ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവൻ അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ടവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. 3381 നമ്പർ ഹദീസ് അനസ് ബിൻ മാലിക് റിപ്പോർട്ട് ചെയ്യാണ്. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, മദ്യം ഉണ്ടാക്കുന്നവനെയും അല്ലെങ്കിൽ ലഹരി ഉൽപ്പാദിപ്പിക്കുന്നവനെയും അത് വാങ്ങുന്നവനെയും വിൽക്കുന്നവനെയും ചുമക്കുന്നവനെയും അത് ഉപയോഗിക്കുന്നവനെയും ഉപയോഗിക്കാൻ സഹായിക്കുന്നവനെയുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു.